ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു അതിലേക്ക്. അതുപോലെ തന്നെ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തും ഒക്കെ ജനങ്ങൾ കൂടുതൽ വിലയിരുത്തേണ്ട സമയമായി. ഞാൻ പറഞ്ഞത് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അതിദരിദ്രനുണ്ട്. ആ ദരിദ്രനായത് ജനങ്ങളെ മുഴുവൻ ബാധിക്കും. ആ അതിദരിദ്രൻ ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ ഇപ്പോൾ സത്യത്തിൽ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാശില്ല. അത്യാവശ്യത്തിനൊക്കെ കാശ് ഉണ്ടാക്കുകയും അത് പല മേഖലകളിലും ചെലവഴിച്ച് പോവുകയും ചെയ്തതാണ് കേരളത്തെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചത്. അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ആ നമ്പർ 1 നേട്ടങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് ഇല്ലാത്തും പറയുന്നുണ്ട്. പക്ഷേ കുറേ ഉണ്ട്. ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ഫസ്റ്റിൽ 90കളിൽ മന്ത്രിയായ കാലത്ത് മുതൽ ലോകം മുഴുവൻ പോയി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളം ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റാണ്. ആയുർദൈർഘ്യം, ആരോഗ്യം, ലിറ്ററസി, അങ്ങനെ പലതുമുണ്ട്. ആ നേട്ടങ്ങളൊക്കെ കാലാകാലങ്ങളിൽ വർഷങ്ങളായി കേരളം കൈക്കൊണ്ട പ്രത്യേക രീതി കൊണ്ട് കൈവന്നതാണ്. ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഫ്രീ. അതുപോലെ തന്നെ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ്, അൺഎയ്ഡഡ്, അതുപോലെ തന്നെ ഗവൺമെൻറ്, അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ, ഇതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടായിരുന്നു ലിറ്ററസി ആ വക നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായതും മറ്റു സംസ്ഥാനങ്ങളൊക്കെ മുൻകടന്നു പോയതും. അതുപോലെ തന്നെ പ്രത്യേകമായ അങ്ങനെ ഓരോ മേഖല, നമ്മൾ ആശുപത്രികൾ, ചികിത്സ ബെറ്ററായിരുന്നു കേരളത്തിൽ. പൊതു ചികിത്സ, ഫ്രീ ചികിത്സ, ആശുപത്രികൾ, സാധാരണക്കാർക്ക് ചികിത്സ കിട്ടൽ ബെറ്ററായിരുന്നു. അതുകൊണ്ടാണ് ആയുർദൈർഘ്യം കൂടിയത്. കുത്തിവയ്പ്പ് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് നടപടികൾ കൂടുതലാണ്. അതിനുവേണ്ടി പണം ചെലവഴിക്കൽ കൂടുതലാണ്. ബോധവൽക്കരണം കൂടുതലായിരുന്നു. ഇപ്പം എന്താ സ്ഥിതി? അതാ ഞാൻ പറഞ്ഞു, ഈ അതിദരിദ്രൻ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കും. അതായത് ഗവൺമെൻറ് എന്ന അതിദരിദ്രൻ ഇപ്പോൾ പോസ്റ്റ് സാങ്ഷൻ കൊടുക്കണില്ല, പിന്നെ കോഴ്സുകൾ അനുവദിക്കുന്നില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങളിൽ സൗകര്യങ്ങളില്ല. അതുപോലെ തന്നെ ആശുപത്രികളിൽ പറയണ്ടല്ലോ, മരുന്നില്ല, സാധനമില്ല, ക്വാളിറ്റി മുഴുവൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കഷ്ടാണ് സ്ഥിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുപോലുള്ള എവിടെയെങ്കിലും ഒന്ന് സാമ്പിളായിട്ട് പോയി നോക്കിയാൽ മതി. തിരുവനന്തപുരത്ത് എവിടെ പോയി നോക്കിയാൽ കഷ്ടാണ്. ജനങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ മേനി നടിച്ച് നടന്നാൽ മതിയോ? അതിൽ വളരെ നേരത്തെയുള്ള ക്വാളിറ്റി ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഡോക്ടർമാർക്ക് നേരത്തെ ചെലവഴിച്ചിരുന്ന അത്ര സമയം രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നില്ല. കാരണം രോഗികൾ ക്യൂ നിൽക്കുകയാണ്. മരുന്ന് അവിടുന്ന് കൊടുക്കാൻ പറ്റണില്ല, പിന്നെ മരുന്ന് വാങ്ങാൻ കഴിയില്ല. പിന്നെ ഈ നമ്മളെ പിന്നെ അതിഥി തൊഴിലാളികളൊക്കെ എത്ര അധികം ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു, ഇവിടെ പിന്നെ സമ്പന്നമാണ് എന്നൊക്കെ ഈ തോന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിലും അതുപോലെ തന്നെ US, യൂറോപ്പ്, ലോകത്ത് മുഴുവൻ പോയി മലയാളികൾ കുറേ പണം അയക്കുന്നത് കൊണ്ട്, NRI റെമിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ പ്രൈവറ്റ് മേഖലയിൽ റെമിറ്റൻസ് കൊണ്ട് ഇതുകൊണ്ടൊക്കെ കുറച്ച് ചെലവഴിക്കാനും സാമ്പത്തിക ഒരു പവറും ഒക്കെ നമുക്ക് പ്രത്യേകമായി കേരളത്തിനുള്ളത് കൊണ്ട്, ഇന്ത്യയിൽ ഏറ്റവും അധികം റെമിറ്റൻസ് ഉള്ള സ്റ്റേറ്റ് കേരള ആയതുകൊണ്ടായിരുന്നു അത്. അപ്പോഴും ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരുന്ന മേഖലയാണ് ദരിദ്രർ. ആ ദരിദ്ര ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലായതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന വല്ലാത്ത സ്ഥിതി. അതാണ് ഗവൺമെൻറ് അതിദരിദ്രനായപ്പോൾ ജനങ്ങൾ അതിലും വലിയ ദരിദ്രരാവുക ചെയ്തത്. ക്വാളിറ്റി ചികിത്സ കിട്ടുന്നില്ല, പിന്നെ ഹൗസിങ് വേണ്ട മാതിരി കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല. എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? റോഡുകളിൽ എസ്റ്റിമേറ്റ് നിയന്ത്രണം വെച്ചിരിക്കല്ലേ. പ്ലാൻ ഫണ്ട് മുഴുവൻ പെർസെൻറ്റേജ് ചിലവാക്കുന്നുണ്ടോ? ചിലവാക്കാൻ കഴിയില്ല. കട്ടോട് കട്ട്. ഇപ്പോൾ വലിയ പ്രഖ്യാപനം നടത്തിയില്ല അസംബ്ലിയിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രി നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇരുന്ന് മുഴുവൻ നമുക്കിപ്പോൾ ടാക്സേഷൻ പവർ ഇല്ലല്ലോ.
അതുകൊണ്ട് പണം കണ്ടെത്തുക വലിയ പ്രയാസം തന്നെയാണ്, സംശയമൊന്നുമില്ല. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് വലിയ സഹകരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഇപ്പം എത്ര നിങ്ങൾ നാട്ടിലുള്ള ഓരോ ബാങ്കിലും ചോദിച്ചു നോക്കി, അവിടെ നിന്നൊക്കെ കിട്ടാവുന്ന പൈസ ഇതിനകം തന്നെ ഗവൺമെൻറ് വാങ്ങിയിട്ടുണ്ട്. തരണമെന്ന് ഓർഡർ ഇറക്കി സർക്കുലർ അയച്ച് വാങ്ങിയിരിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങളും ബുദ്ധിമുട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ പൈസ കൊടുക്കാനുള്ള സർക്കുലർ വരുമോ എന്നുള്ളത് പേടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി പാവപ്പെട്ടവന് കിട്ടിക്കൊണ്ടിരുന്ന സർവീസ്, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് മറ്റൊരു എങ്ങോ എല്ലാം പോയ കാലത്ത് അത് അപ്പോഴാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് കുറച്ച് മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ യാഥാർത്ഥ്യ ബോധമുള്ളത് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ മോശമായിരിക്കുകയാണ് ആളുകളുടെ സ്ഥിതി. അപ്പോൾ ഇപ്പോൾ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത കണ്ടില്ലേ? ഇന്ന് രാവിലെ വയനാട്ടിൽ നിന്ന് വന്ന വാർത്ത കണ്ടില്ലേ? പിന്നെ അവിടുത്തെ ഒരു ആദിവാസി വീട്ടിൽ ബാത്റൂമില്ല. യു ഡി എഫിന് തീർച്ചയായിട്ടും ബദലുണ്ട്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ പുരോഗതി ഉണ്ടായത്. കുറച്ച് കാലമായിട്ട് പിന്നെ അതിനെ സംബന്ധിച്ച് കാര്യക്ഷമമായ പ്രവർത്തനം ഇല്ലാത്തത് തന്നെയാണ് പ്രോബ്ലം. ചെലവ് വല്ലാതെ കൂടുന്നു, വേണ്ടതിനല്ല ചെലവ്. കരാർ തൊഴിലാളികൾ അതൊക്കെ അവസാനിപ്പിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ആവശ്യമില്ലാത്ത എക്സ്പെൻഡിച്ചർ അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ബദൽ എല്ലാ കാലത്തും ഉണ്ടായില്ലേ? ഞങ്ങൾ പൊതുമേഖല റീസ്ട്രക്ചറിങ് ഞാൻ പറഞ്ഞിട്ടില്ലേ, 90കളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ശക്തിയായി എതിർത്തുകൊണ്ടാണ് അന്ന് 90കളിൽ പൊതുമേഖല റീസ്ട്രക്ചറിങ് ഇപ്പോൾ എത്ര കോടി പോയി. അപ്പോൾ ശമ്പളം കൊടുക്കാൻ വേണ്ടി അന്ന് റീസ്ട്രക്ചറിങ്ങിനെ എതിർത്തവർ ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ വേണ്ടി കല്ല് വെട്ടി വിൽക്കുകയാണ്. കോമ്പൗണ്ടിലുള്ള ചെങ്കല്ലുണ്ടെങ്കിൽ അത് വെട്ടാൻ അനുവാദം കൊടുക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ. അവിടെ എത്തി മെഷീനറിയൊക്കെ വിറ്റ് തീർന്നു കൊണ്ടുപോയി. നിങ്ങളിവിടെ ആയിട്ടിരിക്കോട്ടും അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ എന്നുള്ളത്. റീസ്ട്രക്ചറിങ് ചെയ്തിരുന്നെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്രയധികം പണം ചോർത്തൂലായിരുന്നു. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വെറുതെ പണം ചോർത്തി. ഇപ്പോൾ എഡ്യൂക്കേഷൻ സ്വാശ്രയ സ്ഥാപനങ്ങൾ വന്നു, അതുകൂടി വന്നില്ലായിരുന്നെങ്കിൽ എന്താണ് സ്ഥിതി? യു ഡി എഫ് അന്നേ പറഞ്ഞു. ഇപ്പോഴും ആൾട്ടർനേറ്റീവ് അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവർ തുടങ്ങിയപ്പോൾ അവർ വല്ലാണ്ടാണ് പോയി. പാടാത്തം പാടി ഇപ്പോൾ പാട്ടോട് പാട്ട് എന്ന് പറഞ്ഞ പോലെ പിന്നെ ഇപ്പോൾ കിട്ടാവുന്നതൊക്കെ സ്വകാര്യ മേഖല എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ഒരുപാട് വൈകി. പക്ഷേ ഇപ്പോഴും അവരെ നയത്തിൽ ഒരുപാട് പണം ചോർന്നു പോകുന്ന വഴികളുണ്ട്. അതൊക്കെ യു ഡി എഫ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ആൾട്ടർനേറ്റീവ് അതാണ്. അനാവശ്യ ചെലവുകൾ ഇവരെ ഒരു പ്രാവശ്യമെങ്കിലും കട്ട് എന്തിനാ കട്ടുണ്ട്? പക്ഷേ അത് ആളറിയാതെ പ്ലാനിനാണ് കട്ട്, ആനുകൂല്യങ്ങൾക്കാണ് കട്ട്, ആശുപത്രിക്കാണ് കട്ട്. പക്ഷേ ബാക്കി പൊടിപടലങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. അത് തന്നെയാണ് പ്രശ്നം. ആവശ്യമില്ലാത്തടത്ത് പിന്നെ കരാർ തൊഴിലാളികളെ വെക്കുക, ഇതിനാവശ്യമില്ലാത്ത ഇവൻറ്റുകൾ നടത്തുക, ആവശ്യമില്ലാത്ത വാരിക്കോരിയുള്ള ചെലവുകൾ. ഇപ്പോൾ പിന്നെ ദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിക്കാൻ 1.5 കോടിയോ എത്രയോ ചിലവായി. ഇതേമാതിരി ഉള്ള സംഭവവികാസങ്ങൾ, അതിനുള്ള പരസ്യം, ഇത് ഞങ്ങളുടെ കാലത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ എക്കണോമിക് മെഷേഴ്സ്, അങ്ങനെ എക്കണോമിക് മെഷേഴ്സ് ഒന്നും കൊണ്ടുവന്നില്ല. ഞങ്ങൾ കൊണ്ടുവരും. ചിലവ് ചുരുക്കിയാൽ തന്നെ മതി. ആവശ്യമില്ലാത്ത ചിലവുകൾ ചുരുക്കണം. പിന്നെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉള്ള മാർഗങ്ങൾ നോക്കണം. അതുതന്നെയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്ന് ഉന്നയിച്ചൊരു വിമർശനം, ഇപ്പോൾ ഈ അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനം സർക്കാർ നടത്തുമ്പോൾ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 4 കൊല്ലം ഈ പദ്ധതി നടക്കുന്ന ഘട്ടത്തിൽ ഒരു തവണ പോലും നിയമസഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. ഈ പ്രഖ്യാപനം നടത്തുമ്പോഴാണല്ലോ വിമർശനം നടത്തുന്നത് എന്നുള്ളതാണ് മന്ത്രിയുടെ ചോദ്യം. പരസ്യമായിട്ട് അങ്ങനെ ഒരു പിന്നെ കാര്യം കേരളം ഡിബേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതിദാരിദ്ര്യമില്ലാത്ത കേരളം ഉണ്ടാവാൻ പോവുകയാണ്. അത് പിന്നെ ഇങ്ങനെ ഒരു 10-65,000 ആളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ചില്ലറ ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഗൂഢപദ്ധതി ആരാ അറിഞ്ഞത്? അങ്ങനെ സംഭവമില്ല. അത് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഒരു ലോക്കൽ പരിപാടിയായി നിലനിന്നിരുന്നു. അതെടുത്ത് ഇവരിങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പോകേണ്ടതെന്നുള്ള ഇവർ അവർക്കെല്ലാം അറിയാവൂ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡിബേറ്റ് ചെയ്യൽ. ഇത് കേന്ദ്ര സഹായങ്ങളെ, പ്രത്യേകിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ അത് കേന്ദ്ര പദ്ധതികളെയൊക്കെ ബാധിക്കും. എങ്ങനെയാണ് അതിന്? തീർച്ചയായിട്ടും ബാധിക്കും. ഇതിനു മുമ്പ് നിങ്ങളെടുത്ത് നോക്ക്, നിങ്ങളുടെയൊക്കെ ചാനൽ ചർച്ചകളിൽ എത്ര പ്രാവശ്യം വന്നതാണ്. എന്തുകൊണ്ടാണ് കേരളത്തിന് പല സ്കീമുകളും അവർ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചതല്ലേ. അപ്പോൾ അവർക്കൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥ ലോബിക്ക് ഒരു ആറ്റിറ്റ്യൂഡുണ്ട്.
ഇവിടെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും കൊടുക്കുന്ന പലതും കേരളത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും കേരളത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടുള്ളവരാണ് ഡൽഹിയിലുള്ളവർ. അതുകൊണ്ട് കേരളത്തിന് കൊടുക്കുമ്പോൾ അവർ വളരെ പിസ്കേ കൊടുക്കുകയുള്ളൂ. അതിന് കാരണം പറഞ്ഞാൽ എന്താ, അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആവശ്യമില്ല എന്നപ്പോൾ നമ്മൾ തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ വാങ്ങും? കാണാൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ പല ആനുകൂല്യങ്ങളും അവർ വെട്ടിക്കുറക്കും. ഇപ്പോൾ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം, ഏറ്റവും പാവപ്പെട്ട അടിസ്ഥാന പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ UDF അധികാരത്തിലെത്തിയ അതിദരിദ്ര എന്നുള്ള കാറ്റഗറി ഒരു വിശദമായ പഠനത്തിന് വിധേയമാക്കി അതിനകത്തൊരു വ്യക്തത വരുത്തും. അല്ല, ദരിദ്രരില്ലാത്ത പിന്നെ കേരളം എന്ന് പ്രഖ്യാപിക്കാനുള്ള ധൃതി കാണിക്കല്ല വേണ്ടത്. കേരളം കാലാകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്ന ക്വാളിറ്റി സർവീസസൊക്കെ തുടർന്നും കൊടുക്കുക, കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുക. ഇപ്പോൾ ചികിത്സ കൂടുതൽ ഓൺലൈൻ കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മരുന്ന് കുറക്കാൻ പറ്റും. അതുപോലെ പിന്നെ ഇപ്പോൾ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. കാരണം ആരോഗ്യ പരിപാലന രംഗത്ത് അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം. ഉപകരണങ്ങളുണ്ട്. ഇത് അത്യാധുനിക ഉപകരണങ്ങൾ നമുക്കുണ്ടാവണം. അതാണ് ആരോഗ്യ പരിപാലനത്തിന്. ഡയഗ്നോസിസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതുള്ള ഉപകരണം തന്നെ എടുത്തുകൊണ്ട് പോകല്ലേ, കാശ് കൊടുക്കാത്തതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവച്ച ഉപകരണം എടുത്തു കൊണ്ടുപോവുക. എന്നിട്ട് കേരളം പ്രഖ്യാപിക്കുകയാണ് എന്ത്, ഞങ്ങൾ ദരിദ്രരില്ലാത്ത കേരളമാണ്, നമ്പർ 1. എന്താ പറയുക, അത് ഹാർട്ട് സർജറി മുടങ്ങുക, അതുപോലെ തന്നെ മറ്റ് ചികിത്സകൾ മുടങ്ങുക. ആരെ വിശ്വസിപ്പിക്കാനാണ് ഇത്? ഇത്രയും വലിയൊരു ഭീമാബദ്ധ ഒരു മണ്ടത്തരം വേറുണ്ടോ ഈ ഗവൺമെൻറ് ചെയ്യാൻ? ഗവൺമെൻറ് ചെയ്യേണ്ടത് കാലാകാലങ്ങളിൽ കേരളം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നേടിയെടുത്ത് ഇന്ത്യയിലും പുറത്തും ലോകത്തും ഒക്കെ അഭിമാനകരമായ പല പൊസിഷൻസും, അതാണ് നമ്പർ 1 ഉണ്ട്. ആ നമ്പർ 1 നിലനിർത്താൻ നോക്കുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ പൊളിഞ്ഞാൽ, ഈ ഗവൺമെൻറ്റിനെ ഇങ്ങനെ ദാരിദ്ര്യം ബാധിച്ചാൽ അതെല്ലാത്തിനും ബാധിക്കും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഈ വിഷയമാണ് താഴെത്തട്ടിലെത്തിക്കാൻ CPM ശ്രമിക്കുന്നത്. അതിനെ പ്രാദേശികമായിട്ട് ഇതാ ഒരു വലിയ രീതിയിൽ തിരിച്ചടിക്കും. കാരണം തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇതാണോ അതിദരിദ്ര കേരളം എന്ന് ചോദിക്കാൻ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കേരളത്തിൽ കിടക്കുകയല്ലേ. ആശുപത്രിയിൽ പോയിട്ട് ചോദിക്കൂലേ, ക്യൂ നിൽക്കുന്ന ആളുകളെ അടുത്ത് പോയിട്ട് നിങ്ങൾ പിന്നെ അത് കാണിച്ചിട്ട് ചോദിക്കൂ എന്താ സ്ഥിതി, അവർ പറയുമല്ലോ. അനുദിനം കേരളത്തിൽ സ്ഥിതി ഇവർ പറയുന്ന അത്ര ശുഭകരമല്ല എന്നുള്ളത് ലൈവായിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങളെന്തിനാ പ്രചരണം നടത്തുന്നത്? കാരണം വീടുകളുടെ കാര്യം, ഭവനരഹിതർ, അതുപോലെ പിന്നെ ടോയ്ലറ്റ് രഹിതർ, എല്ലാം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. ചികിത്സ ഇല്ലാത്തവർ, അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഈ പെൻഷൻ ഇതിപ്പോൾ കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ 2500 കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2000 പോകാൻ നേരത്താണോ പറയല്? ആദ്യം പറയണ്ടേ? അപ്പോൾ അത് ഉണ്ടായില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ പ്രഖ്യാപനം തന്നെ ഇവരെ തിരിഞ്ഞു കുത്തും, യാതൊരു സംശയവും ഇല്ല. അതാണ്. അല്ല, അതിപ്പോൾ ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഞങ്ങളുടെ പിന്നെ പൊതുപ്രസ്താവനകളുടെയും ഞങ്ങളുടെ വർത്തമാനത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിരൂക്ഷമായി വിമർശിച്ചു. ഞാനിപ്പോൾ അതിരൂക്ഷമായിട്ടല്ലേ വിമർശിച്ചത്. പക്ഷേ ലീഗിന് എപ്പോഴും ഒരു രീതിയുണ്ട്. വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല. അന്തസ്സോടുകൂടിയൊക്കെ ഞങ്ങളെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാക്കുപഴയും തെറ്റുമൊക്കെ പറ്റാം. എനിക്കുൾപ്പെടെ പറ്റാം, ആർക്ക് വേണമെങ്കിലും പറ്റാം. പറ്റിയ പാർട്ടി അത് തിരുത്തും, യാതൊരു സംശയം. അത് തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡന്റ് തങ്ങൾക്ക് തന്നെയാണ്. തങ്ങൾ തന്നെ ഒന്ന് സലാമിനെ തിരുത്തി, അതേപോലെ നാളെ എനിക്ക് പറ്റിയ എന്നെയും തിരുത്തും, യാതൊരു സംശയവും വേണ്ട. പാർട്ടിയുടെ ഒരു കൾച്ചർ, പാർട്ടിയുടെ ഒരു അത് വിട്ട് പാർട്ടി പോകില്ല. അങ്ങനെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അത് പാർട്ടി പ്രസിഡന്റ് അത് തിരുത്തും അന്തിമമായിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും താഴെയുള്ളവരാണെങ്കിൽ ഞങ്ങൾ തിരുത്തും. അല്ല, അത് ഡിസോൺ ചെയ്താൽ കഴിഞ്ഞല്ലോ. പാർട്ടിയുടെ രീതിയല്ല എന്ന് പറഞ്ഞാൽ സലാം അത് അക്സെപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. കുറച്ചുകൂടി ജാഗ്രത വേണ്ട ഇങ്ങനത്തെ ഇന്നത്തെ കാലത്ത് ഇത്തരം പരാമർശങ്ങളൊക്കെ. നാക്കുപ്പയും സ്ലിപ്പും ഒക്കെ ആർക്കാ പറ്റാത്തത്? നിയമസഭയിൽ നിങ്ങൾ കേട്ടില്ലേ? ഞാനിപ്പോൾ അത് പറയണോ?
എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും ചിലപ്പോൾ പറ്റും. അതുപോലെ തന്നെ പിന്നെ സെഗ്മെൻറ്റിലൊക്കെ പിഴവുണ്ടാവാം. അത് പാർട്ടിക്ക് രീതിയുണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് പ്രധാനം. അത് ഞാൻ നാളെ പറഞ്ഞാൽ എന്നെയും തിരുത്തും, ഒരു സംശയവും വേണ്ട. ഓക്കെ, ശരി. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് എതിരായ PMA സലാമിൻ്റെ പരാമർശത്തിൽ എന്താണെങ്കിലും ലീഗ് സലാമിനെ തള്ളിയിരിക്കുന്നു. നാക്കുപിഴ എന്ന് അദ്ദേഹം പറയുകയാണ്. ആർക്ക് വേണമെങ്കിലും അത് പറ്റാമെന്നും പറയുന്നു. പക്ഷേ PMA സലാമിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു വാക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ രീതി ഇതല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം പോകുന്നു. മാത്രമല്ല അതിദാരിദ്ര്യമുക്തമായിട്ടുള്ള പ്രഖ്യാപനത്തിനെതിരെയുള്ള വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു.